Definition: for f element of h dash, the unique element y in h such that f of x equals inner product x comma y for all x element of h is known as the representer of f, and it is denoted by yf. നമ്മൾ റീസ് റെപ്രസെന്റേഷൻ തിയറം അനുസരിച്ച് എച്ച് ഡാഷിൽ നിന്ന് ഏത് എഫ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് വൈ ഇൻ എച്ച് എക്സിസ്റ്റ് ചെയ്യും, സാറ്റിസ്ഫൈങ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച്. ആ വൈയെ എഫിന്റെ റെപ്രസെന്റർ എന്ന് അറിയപ്പെടുന്നു. അതിനെ വേണമെങ്കിൽ വൈ എഫ് എന്ന് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. എഫിന്റെ റെപ്രസെന്റർ ആണെന്ന് അറിയാൻ വേണ്ടി വൈ സഫിക്സ് എഫ്, വൈ എഫ് എന്ന് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. ഈ റെപ്രസെന്ററിന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണലിന്റെ റെപ്രസെന്ററുടെ നോമ് ആ ഫംഗ്ഷണലിന്റെ നോമിന് ഈക്വൽ ആയിരിക്കും. ഇഫ് വൈ എഫ് ഇസ് ദ റെപ്രസെന്റർ ഓഫ് എഫ്, then norm of f is equal to norm of yf. അതിന്റെ പ്രൂഫ് നോക്കാം. ഇവിടെ yf എന്ന് പറയുന്നത് എഫിന്റെ റെപ്രസെന്റർ ആണ്. അപ്പൊ ഡെഫിനിഷൻ അനുസരിച്ച് we have f of x equals inner product x comma yf for all x element of h, and this implies modulus of f of x equals modulus of inner product yf. ഷ്വാർട്സ് ഇനിക്വാലിറ്റി വെച്ച് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം: ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് into norm of yf. So this implies mod f of x is less than or equal to, തിരിച്ചെഴുതുകയാണ്, norm yf into norm of x, and it is true for all x in h. നമുക്കറിയാം മോഡ് f of x less than or equal to alpha into norm of x for every x എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, x എന്ന് കിട്ടിയാൽ അതിൽ നമുക്ക് എഫിന്റെ നോം പറയാം. ഒരു എഫിന്റെ നോമിനെ സംബന്ധിക്കുന്ന ഒരു ഇക്വാളിറ്റി ഫോം ചെയ്യാം. ദിസ് ഇംപ്ലൈസ് നോം ഓഫ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നോമിന്റെ ഡെഫിനിഷൻ വെച്ചുകൊണ്ട്. നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുന്ന, നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുന്ന മോഡ് എഫ് എക്സുകളെല്ലാം എടുത്ത് അതിന്റെ സുപ്രീമം എടുത്താൽ കിട്ടുന്നതാണ് നോം എഫ് എന്ന് പറയുന്നത്. നോം എഫിന്റെ ആ ഡെഫിനിഷൻ അനുസരിച്ച്, സുപ്രീമം ഡെഫിനിഷൻ അനുസരിച്ച് ഇവിടെ ഈ നോം എക്സിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് അപ്ലൈ ചെയ്താൽ നോം എഫിന്റെ ഇക്വാലിറ്റി ആയിട്ട് അത് മാറും. നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. സോ ദിസ് ഇംപ്ലൈസ് നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ആൽഫ ആയിട്ട് നിൽക്കുന്നത് നോം വൈ എഫ് എന്ന് പറയുന്ന നമ്പറാണ്. നോം വൈ എഫ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് നമ്പറാണ്. കാരണം വൈ എഫ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് വെക്ടറാണ്. അതിന്റെ നോം എന്ന് പറയുമ്പോൾ അത് ഒരു യുണീക്ക് നമ്പറാണ്. ലെറ്റ് ദിസ് ബി ഇൻഇക്വാലിറ്റി 1. നമുക്കിത് റിവേഴ്സ് ഇൻഇക്വാലിറ്റിയും കൂടി പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ 2 കേസസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഈ വൈ എഫ് 0 ആണെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഇഫ് ദ റെപ്രസെന്റർ വൈ എഫ് ഈസ് ഈക്വൽ ടു 0, then ഇപ്പൊ പ്രൂവ് ചെയ്ത ഇൻഇക്വാലിറ്റി വെച്ചിട്ട് വൈ എഫ് 0 ആണെങ്കിൽ നോം വൈ എഫ് 0 ആയിരിക്കും. അപ്പോൾ നോം എഫ് 0 ആയേ പറ്റൂ. നോം എഫ് 0 ആവുക എന്ന് പറഞ്ഞാൽ എഫ് 0 ആയേ പറ്റൂ. ദെൻ എഫ് ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ തന്നെ നമുക്ക് ആ മുകളിൽ എഴുതിയിരിക്കുന്ന ഈ ഡെഫിനേഷനിൽ നിന്ന് മനസ്സിലാക്കാം, വൈ എഫ് 0 ആണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് എക്സ് 0 എന്ന് പറയും. അത് 0 ആയിരിക്കും. ഇന്നർ പ്രോഡക്റ്റിന്റെ ഒരു വേരിയബിൾ 0 ആണെങ്കിൽ എന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് എക്സ് 0 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ 0 ഫോർ ഓൾ എക്സ് എന്നാകും. എഫ് ഓഫ് എക്സ് ഈക്വൽ 0 ഫോർ ഓൾ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ദ 0 ഫംഗ്ഷണൽ എന്നാകും. സോ ഇഫ് വൈ എഫ് ഈസ് ഈക്വൽ ടു 0, then എഫ് ഈസ് ഈക്വൽ ടു 0. ആൻഡ് ഈ കേസിൽ നോം എഫ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു നോം ഓഫ് വൈ എഫ്. കാരണം വൈ എഫും 0 ആണ്, അപ്പോൾ അതിന്റെ നോമും 0 തന്നെയാണ്.
ഇപ്പൊ നമ്മളിവിടെ റിസൾട്ട് പറഞ്ഞത് റെപ്രസെന്റിന്റെ നോമും ഫംഗ്ഷണലിന്റെ നോമും ഈക്വൽ ആയിരിക്കും എന്നാ. അപ്പൊ റെപ്രസെന്റർ 0 ആകുന്ന കേസിൽ അത് ട്രൂ ആണെന്ന് നമ്മൾ കണ്ടു. ഇനി റെപ്രസെന്റർ നോൺ 0 ആകുന്ന കേസിൽ ഇത് ട്രൂ ആണെന്ന് കാണിക്കണം. അടുത്ത കേസ്, ഇഫ് yf നോട്ട് ഈക്വൽ ടു 0, ലെറ്റ് നമ്മളൊരു എക്സ് ഡിഫൈൻ ചെയ്യുന്ന ഈ yf വെച്ചിട്ട് ഒരു യൂണിറ്റ് വെക്ടർ x is equal to yf ഡിവൈഡഡ് ബൈ, yfന്റെ നോം 0 അല്ലല്ലോ, yf 0 അല്ല, അപ്പൊ അതിന്റെ നോം 0 ആയിരിക്കത്തില്ല, ഡിവൈഡ് ചെയ്യാം, യൂണിറ്റ് വെക്ടർ ആക്കാം അതിനെ, നോം ഓഫ് yf. then clearly നോം ഓഫ് x is equal to 1 ആയിരിക്കും. ഒരു വെക്ടറിനെ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് യൂണിറ്റ് വെക്ടർ ആയിട്ട് മാറും. സോ നോം ഓഫ് x is equal to 1 ആയിരിക്കും. ആൻഡ് f of x is equal to, f of x എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് x, yf എന്നതാണ്. which is equal to, എക്സിന് പകരം നമ്മളിവിടെ ഫിക്സ് ചെയ്തേക്കുന്ന ഈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ എഫ് ഓഫ് എക്സ് ആണ് കാണുന്നത്, ഈ എക്സിന്റെ കറസ്പോണ്ടിങ് ഇമേജ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇന്നർ പ്രോഡക്റ്റ് അത് yf ബൈ നോം yf yf എന്നാകുന്നു. ഈക്വൽസ് ഫസ്റ്റ് വേരിയബിളിലെ ഇന്നർ പ്രോഡക്റ്റിന്റെ ലിനിയാരിറ്റി വെച്ചുകൊണ്ട് ആ 1 ബൈ നോം yf എന്നത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതിനെ ഇങ്ങനെ എഴുതാം, ഇന്നർ പ്രോഡക്റ്റ് yf ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ നോം ഓഫ് yf. ഇന്നർ പ്രോഡക്റ്റ് yf എന്ന് പറഞ്ഞാൽ നോം yf ദ ഹോൾ സ്ക്വയർ ആണ്. ഇന്നർ പ്രോഡക്റ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന നോമിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് അത് നോം yf ഹോൾ സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ നോം yf എന്നാവും, is equal to നോം yf. അപ്പൊ നമ്മൾ ഇപ്പോൾ എടുത്ത പർട്ടിക്കുലർ എക്സ്, ഒരു പർട്ടിക്കുലർ എക്സിന്റെ ഇമേജ് ആണ് കണ്ടുപിടിച്ചത്. yf ഡിവൈഡഡ് ബൈ റെപ്രസെന്ററായ yf ഡിവൈഡഡ് ബൈ അതിന്റെ നോം. റെപ്രസെന്ററിനെ യൂണിറ്റ് വെക്ടർ ആക്കിയിട്ട് അതിന്റെ എഫ് ഇമേജ് കണ്ടപ്പോൾ അത് ആ റെപ്രസെന്ററിന്റെ നോമിന് ഈക്വൽ ആണെന്ന് കിട്ടി. therefore നോം ഓഫ് yf is equal to f of x. ഈ എക്സ് എന്ന് പറയുന്നത് ഓൾ എക്സ് അല്ല, ഇത് എവരി എക്സിലല്ല, നമ്മുടെ പർട്ടിക്കുലർ എക്സിലാണ് ഇത് ട്രൂ ആകുന്നത്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോം yfന് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എഫ് എക്സ് എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. നോമിനോട് ഈക്വൽ ആകുക എന്ന് പറഞ്ഞാൽ നോം നോൺ നെഗറ്റീവ് ആണല്ലോ, അപ്പൊ എഫ് എക്സ് നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് മോഡ് എഫ് എക്സ് എന്ന് വേണേ മാറ്റി എഴുതാം. അഗെയിൻ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി അനുസരിച്ച് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണൽ ആണ്. അതുകൊണ്ട് മോഡ് എഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻറ്റു നോം എക്സ് ആയിരിക്കും. പക്ഷെ ഇവിടെ നോം എക്സ് എന്ന് പറയുന്നത് 1 ആണ്, നോം എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു നോം എഫ് now. This implies norm of yf is less than or equal to norm of f. ഇപ്പൊ കിട്ടിയിരിക്കുന്ന റിസൾട്ട് എക്സിന് ഇൻഡിപെൻഡന്റ്, ഒരു പർട്ടിക്കുലർ എക്സ് വെച്ചാൽ നമ്മൾ ഇത് പ്രൂവ് ചെയ്തെങ്കിലും കിട്ടിയിരിക്കുന്ന റിസൾട്ട് എക്സിന് ഇൻഡിപെൻഡന്റ്. ലെറ്റ് ദിസ് ബി ഇൻഇക്വാളിറ്റി 2. ഇത് ഇൻഇക്വാളിറ്റി 1ന്റെ റിവേഴ്സ് ഇൻഇക്വാളിറ്റി ആണ്. 1ൽ നമ്മൾ പ്രൂവ് ചെയ്തത് നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം yf എന്നാണ്. ഇപ്പോൾ തിരിച്ചു കിട്ടി, നോം yf is less than or equal to നോം എഫ് എന്നും കിട്ടി. Thus norm of f is equal to norm of yf is an important property. ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണലിന്റെ നോമും അതിന്റെ റെപ്രസെന്ററിന്റെ നോമും ആൾവേസ് ഈക്വൽ ആയിരിക്കും. അടുത്തത് ചില പർട്ടിക്കുലർ ഹിൽബർട്ട് സ്പേസിലെ കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷനുകളുടെ ഫോം എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺസിഡർ h is equal to k raised to n. k raised to n ഒരു ഹിൽബർട്ട് സ്പേസ് ആണെന്ന് അറിയാമല്ലോ. h is equal to k raised to n പരിഗണിക്കുക. Let f element of h dash ഇതിന്റെ ഡ്യുവൽ സ്പേസിലെ എലമെന്റ് ആണെന്നിരിക്കട്ടെ f. അങ്ങനെയെങ്കിൽ ഈ എഫിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് then
എഫ് ഓഫ് എക്സ്, എഫിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഈ രൂപത്തിലായിരിക്കും. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം സ്കേലാർ k1 ഇൻറ്റു എക്സ് ഓഫ് 1. എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് കെ റൈസ് ടു എന്നിലെ എലമെന്റാ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരു എൻറ്റിപ്പിൾ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സെട്ര എക്സ് ഓഫ് n എന്ന ആ എക്സിന്റെ ഇമേജ് ആയ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് k1 എക്സ് ഓഫ് 1 പ്ലസ് k2 എക്സ് ഓഫ് 2 പ്ലസ് എക്സെട്ര പ്ലസ് kn എക്സ് ഓഫ് n എന്ന രൂപത്തിലായിരിക്കും ഫോർ എക്സ് എലമെന്റ് ഓഫ് k റൈസ് ടു n. ഓൾവേസ് ഏത് എഫ് നമ്മൾ എടുത്താലും എച്ച് ഡാഷിൽ നിന്ന് ഏത് എഫ് എടുത്താലും അതിന് ഈ ഒരു ഫോമേ ഉള്ളൂ. സം സ്കേലാർ k1 ഇൻറ്റു എക്സ് ഓഫ് 1 പ്ലസ് എക്സെട്ര പ്ലസ് സം സ്കേലാർ kn ഇൻറ്റു എക്സ് ഓഫ് n എന്ന രൂപത്തിലായിരിക്കും. ഇത് നമുക്ക് റെപ്രസെൻറ്റേഷൻ തിയറം യൂസ് ചെയ്തുകൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റും ഏത് എഫിൻ്റെയും രൂപം ഇങ്ങനെയാണ് എന്ന്. പ്രൂഫ് by Rees representation theorem, f of x is equal to inner product xy for all x element of h. ഇവിടെ h എന്ന് പറയുന്ന k raised to n. For all x element of k raised to n. And it is equal to k raised to n ലെ എലമെന്റ് ആണ് x, y യും k raised to n ലെ എലമെന്റ് ആണ്. റെപ്രസെന്റർ എന്ന് പറഞ്ഞാൽ h നകത്തെ എലമെന്റ് ആണ്. അവർ തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ, കെ റൈസ് ടു എന്നിലെ എക്സും വൈയും വെച്ചുകൊണ്ടുള്ള ഇന്നർ പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിച്ച് ഈസ് എക്സ് ഓഫ് 1 ഇൻറ്റു വൈ ഓഫ് 1 കോൺജുഗേറ്റ് പ്ലസ് എക്സ് ഓഫ് 2 ഇൻറ്റു വൈ ഓഫ് 2 കോൺജുഗേറ്റ് പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് എക്സ് ഓഫ് n ഇൻറ്റു വൈ ഓഫ് n കോൺജുഗേറ്റ്. ഇവിടെ എക്സും വൈയും കെ റൈസ് ടു എന്നിലെ എലമെന്റുകളാണ്. അതിൽ വൈ ഫിക്സ്ഡ് ആണ്, വൈ റെപ്രസെന്റർ ആണ് എഫിന്റെ. വൈ ഫിക്സ്ഡ് എന്ന് പറയുമ്പം y1 ബാർ y2 ബാർ എക്സെട്ര yn ബാർ എന്ന് പറയുന്നത് ഫിക്സഡ് സ്കെയിലേഴ്സ് ആണ്. അവരെ നമുക്ക് k1 k2 എക്സെട്ര എന്ന് വിളിച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു k1 ഇൻറ്റു എക്സ് ഓഫ് 1 പ്ലസ് എക്സെട്ര പ്ലസ് kn ഇൻറ്റു എക്സ് ഓഫ് n, വെയർ kj is equal to y of j ബാർ. കെ ജെ എന്ന് വിളിച്ചിരിക്കുന്നത് y of j ബാറിനെയാണ്. ഫോർ j ഈക്വൽസ് 1 2 എക്സെട്ര n. ഇപ്പൊ നമുക്ക് കിട്ടി ലെറ്റ് എഫ് ബി എനി എലമെന്റ് ഇൻ എച്ച് എന്നാണ് എടുത്തത്. അപ്പോൾ ആ എഫിന് കിട്ടിയ ഫോർമാറ്റ് എഫ് ഓഫ് എക്സ് എഫിന്റെ ഡെഫിനിഷനായി കിട്ടിയേക്കുന്നത് k1 ഇൻറ്റു എക്സ് ഓഫ് 1 പ്ലസ് എക്സെട്ര പ്ലസ് kn ഇൻറ്റു എക്സ് ഓഫ് n ഫോർ സം സ്കെയിലേഴ്സ് k1 k2 എക്സെട്ര kn. അപ്പോൾ എല്ലാ കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷനിലെയും k റൈസ് ടു n നകത്തുള്ള എല്ലാ കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷനിന്റെയും ഫോം എന്ന് പറയുന്നത് ഈ രൂപത്തിലായിരിക്കും. അടുത്തത് മറ്റൊരു ഹിൽബർട്ട് സ്പേസ് എടുക്കാം, എൽ സ്ക്വയർ. കൺസിഡർ ദ ഹിൽബർട്ട് സ്പേസ് എൽ സ്ക്വയർ. ലെറ്റ് എഫ് എലമെന്റ് ഓഫ് എച്ച്. എൽ സ്ക്വയർ ഹിൽബർട്ട് സ്പേസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഡ്യുവൽ സ്പേസിൽ എച്ച് ഡാഷിലെ ഒരു എലമെന്റ് എഫ് എടുക്കുന്നു. ലെറ്റ് എഫ് എലമെന്റ് ഓഫ് എച്ച് ഡാഷ്. മുമ്പേ കെ റൈസ് ടു എന്നിൽ പറഞ്ഞതുപോലെ ദെൻ എഫിന്റെ രൂപം ഇങ്ങനെയായിരിക്കും. ദെൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു k1 എക്സ് ഓഫ് 1 പ്ലസ് k2 എക്സ് ഓഫ് 2 പ്ലസ് എക്സെട്ര. എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീക്വൻസ് സ്പേസ് ആണല്ലോ, അതിലുള്ളതെല്ലാം സീക്വൻസുകളാണ്. ഫോർ എക്സ് എലമെന്റ് ഓഫ് എൽ സ്ക്വയർ. എൽ സ്ക്വയറിലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ്. അതിന്റെ ഫസ്റ്റ് ടൈം എക്സ് ഓഫ് 1, സെക്കൻഡ് ടൈം എക്സ് ഓഫ് 2 എക്സെട്ര. എക്സ് ഓഫ് 1 എക്സ് ഓഫ് 2 എക്സെട്ര എന്ന സീക്വൻസ് എക്സ് എന്ന് പറയുന്നത്. അതിന്റെ എഫ് ഇമേജ് എന്ന് പറയുന്നത് സം സ്കെയിലാർ k1 ഇൻറ്റു ഫസ്റ്റ് ടൈം എക്സ് ഓഫ് 1 പ്ലസ് സം സ്കെയിലാർ k2 ഇൻറ്റു സെക്കൻഡ് ടൈം എക്സ് ഓഫ് 2 പ്ലസ് എക്സെട്ര എന്ന രൂപമായിരിക്കും ഏത് എഫിന്റെയും. മുമ്പേ പ്രൂവ് ചെയ്തതുപോലെ ഇതും പ്രൂവ് ചെയ്യാം. കെ റൈസ് ടു എന്നിലെ പോലെ തന്നെ സിമിലർ ആണ് പ്രൂഫ്. ബൈ റീസ് റെപ്രസെന്റേഷൻ തിയറം, y ആണെന്നിരിക്കട്ടെ എഫിന്റെ റെപ്രസെന്റർ. അങ്ങനെയെങ്കിൽ റീസ് റെപ്രസെന്റേഷൻ തിയറം വെച്ചിട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ വൈ ഫോർ ആൾ
എക്സ് എലമെന്റ് ഓഫ് എൽ സ്ക്വയർ. ഇവിടെ എക്സും വൈയും എൽ സ്ക്വയറിലെ എലമെന്റ് ആണ്. ലെറ്റ് y element of L square be the representer of f. Let y element of L square be the representer of f. അല്ലെങ്കിൽ let y be the representer of f in L square. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാവുന്നത് then f of x is equal to inner product xy for all x element of L square. അപ്പോൾ x ഉം y ഉം L squareലെ എലമെന്റ്സ് ആണ്. അവരെ വെച്ചുകൊണ്ടുള്ള ഇന്നർ പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ഓഫ് 1 ഇൻറ്റു വൈ ഓഫ് 1 കോൺജുഗേറ്റ് പ്ലസ് എക്സ് ഓഫ് 2 ഇൻറ്റു വൈ ഓഫ് 2 കോൺജുഗേറ്റ്. നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് പഠിച്ചപ്പോൾ എൽ സ്ക്വയർ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ് എന്നുള്ളത് പഠിച്ചപ്പോൾ അവിടെ ഡിഫൈൻ ചെയ്ത ഇന്നർ പ്രോഡക്റ്റ് പ്ലസ് എക്സെട്ര. ദിസ് ഈസ് ഈക്വൽ ടു y1 ബാർ എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലർ ആണ്, അതിനെ k1 എന്ന് വിളിക്കുന്നു. k1 ഇൻറ്റു എക്സ് ഓഫ് 1 പ്ലസ് സിമിലർലി y2 ബാറിനെ k2 എന്ന് വിളിക്കുന്നു. k2 ഇൻറ്റു എക്സ് ഓഫ് 2 പ്ലസ് എക്സെട്ര വെയർ kj is equal to y of j conjugate for j equals 1, 2, etc. So f very continuous linear functional f in h dash is defined by f of x is equal to k1 x1 plus k2 x2 plus etc. for x element of L square. മൂന്നാമത് ഒരു ഹിൽബർട്ട് സ്പേസും കൂടി നമുക്ക് നോക്കാം. Let h is equal to capital L square of closed interval AB. സ്ക്വയർ ഇന്റഗ്രബിൾ ആയ സ്കേലാർ വാല്യൂഡ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. അവരുടെ കളക്ഷൻ ആണല്ലോ എൽ സ്ക്വയർ, ക്യാപിറ്റൽ എൽ സ്ക്വയർ ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് പറയുന്നത്. സ്ക്വയർ ഇന്റഗ്രബിൾ ആയ സ്കേലാർ വാല്യൂഡ് ഫങ്ഷൻസ്, നമ്മൾ അതിലെ എലമെന്റുകളെ എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി എന്നൊക്കെയാണ് ഡിനോട്ട് ചെയ്യുക. എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി എക്സെട്ര, വെയർ ടി എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ഫങ്ഷൻസ് ആണ്. സ്ക്വയർ ഇന്റഗ്രബിൾ ആയിട്ടുള്ള സ്കേലാർ വാല്യൂഡ് ഫങ്ഷൻസ് ആണ്. എക്സ് ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്കേലാർ ആണ്. ലെറ്റ് എഫ് എലമെന്റ് ഓഫ് എച്ച് ഡാഷ്, then f is defined by f of x is equal to integral a to b k of t, some function of t ആണ്, some scalar valued function of t ആണ്, k of t into x of t ബേഗ് ഇന്റഗ്രൽ ആണ് ഇൻറ്റു ഡി എം ഓഫ് ടി. എൽ സ്ക്വയർ ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയുടെ ഡ്യുവൽ സ്പേസിൽ നിന്നുള്ള ഏത് കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണൽ എടുത്താലും അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ രൂപത്തിലായിരിക്കും. അതിന്റെ ഫോർമാറ്റ് ഈ രൂപത്തിലായിരിക്കും. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി ഇൻറ്റു ഡി എം ഓഫ് ടി, where k of t is some scalar valued function defined on closed interval a b. Proof: let y be the representer of f in capital L square. ക്യാപിറ്റൽ എൽ സ്ക്വയറിലെ എലമെന്റ് ആണ് y എന്ന് പറയുന്നത്. ദെൻ റീസ് റെപ്രസെന്റേഷൻ തിയറം അനുസരിച്ച് ദെൻ എഫ് ഓഫ് എക്സ്, ഈ എക്സ് എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ആണ്, എഫ് ഓഫ് എക്സ് ഓഫ് ടി എന്നാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ, എക്സ് ഓഫ് ടി വൈ ഓഫ് ടി എന്നാണ്, ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എൽ സ്ക്വയർ ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. എൽ സ്ക്വയർ ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിലെ രണ്ട് വെക്ടേഴ്സ് ആണ് എക്സും വൈയും. അവരുടെ ഇന്നർ പ്രൊഡക്റ്റും നമ്മൾ മുമ്പ് ഇന്നർ പ്രൊഡക്റ്റ് പഠിച്ചപ്പോൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഇന്നർ പ്രൊഡക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലെബേഗ് ഇന്റഗ്രൽ ആണ്. ലെബേഗ് ഇന്റഗ്രൽ എ ടു ബി, ഫസ്റ്റ് കമ്പോണന്റ് എക്സ് ഓഫ് ടി, സെക്കൻഡ് കമ്പോണന്റിന്റെ കോൺജുഗേറ്റ് വൈ ഓഫ് ടി ബാർ ഇൻറ്റു ഡി എം ഓഫ് ടി. ഇതാണ് ഡെഫിനിഷൻ.
which is equal to ഇതിലെ y of t bar. y of t എന്ന് പറഞ്ഞ ഒരു സ്കെലാർ വാല്യൂഡ് ഫംഗ്ഷനാ, ഫിക്സഡ് സ്കെലാർ വാല്യൂഡ് ഫംഗ്ഷനാ. കാരണം y എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, ഇവിടെ യുണീക് വെക്ടർ. y of t bar എന്ന് പറയുന്ന ആ ഫിക്സഡ് സ്കെലാർ വാല്യൂഡ് ഫംഗ്ഷനെ നമ്മൾ k of t എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് ഇന്റഗ്രൽ a to b x of t into k of t എന്നാകും. തിരിച്ചെഴുതാം k of t into ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ് തിരിച്ചെഴുതാം. x of t k of t into x of t into d m of t, where k of t stands for y of t conjugate.